بسم الله الرحمن الرحيم نزل عليك الكتاب بالحق مصدقا لما بين يديه وأنزل التوراة والإنجيل من قبل هدى للناس وأنزل الفرقان إن الذين كفروا بآيات الله لهم عذاب شديد والله عزيز ذو انتقام إن الله لا يخفى عليه شيء في الأرض ولا في السماء هو الذي يصوركم في الأرحام كيف يشاء لا إله إلا هو العزيز الحكيم. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن أشهد أن حبيبنا محمد صلى الله عليه وسلم رسول الله سيد الأولين والآخرين وخاتم الأنبياء والمرسلين وحبيب رب العالمين أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولو ترى إذ الظالمون موقوفون عند ربهم يرجع بعضهم إلى بعض القول يقول الذين استضعفوا للذين استكبروا لولا أنتم لكنا مؤمنين. قال الذين استكبروا للذين استضعفوا أنحن صددناكم عن الهدى بعد إذ جاءكم بل كنتم مجرمين. وقال الذين استضعفوا للذين استكبروا بل مكر الليل والنهار إذ تأمروننا أن نكفر بالله ونجعل له أندادا وأسروا الندامة لما رأوا العذاب وجعلنا الأغلال في أعناق الذين كفروا هل يجزون إلا ما كانوا يعملون. ومن يطع الله ورسوله فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. إليك يا ربي قد وجهت حاجتي
نجاتي وجئت بابك يا ربي برضباتي أنت العليم بما يجري الضمير به يا عالم الغيب علام الخفيات أترضى أن تكون رفيق قوم لهم زاد أنت بغير زادي. മുജാഹിദ് ദഅവാ വിഭാഗം പിള്ളക്കാട് കോട്ടപ്പടിയിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഈ മഹത്തായ മതപ്രഭാഷണ പരിപാടിയിൽ ഇതിൻ്റെ വേദിയിലും സദസ്സിലും ഇതിൻ്റെ പരിസരങ്ങളിലും സന്നിഹിതരായിട്ടുള്ള സ്നേഹാദരണീയരായ ബഹുമാനികളെ, സ്നേഹസമ്പന്നരായ രക്ഷിതാക്കളെ, പ്രിയം നിറഞ്ഞ സഹോദര സഹോദരിമാരെ, നല്ലവരായ ഈ ശബ്ദം ശ്രവിക്കുന്ന നാട്ടുകാരെ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് മുന്നോട്ട് വെക്കുന്ന കലർപ്പില്ലാത്ത വിശ്വാസത്തെ സംബന്ധിച്ച് വളരെ ഗൗരവത്തോടുകൂടി ഗൗരവമേറിയ ഏതാനും ചില കാര്യങ്ങൾ സംസാരിക്കുവാനാണ് ഇതിൻ്റെ സംഘാടക സമിതി എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇങ്ങനെ ഒരു വിഷയം ഭൂരിപക്ഷ മുസ്ലിം സഹോദരങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ പ്രദേശത്ത് എന്തുകൊണ്ട് ചർച്ച ചെയ്യുവാൻ തീരുമാനിച്ചു എന്ന് ചോദിച്ചാൽ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മറവിൽ ആ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് മുന്നോട്ട് വെച്ചിട്ടില്ലാത്ത അനവധി അബദ്ധമായ വിശ്വാസങ്ങൾ ഈ സമൂഹത്തിൽ വളരെ ആസൂത്രിതമായി കൊണ്ട് തന്നെ ചില പണ്ഡിത പുരോഹിതന്മാർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പാരമ്പര്യമായി നാട്ടുതലപ്പനുസരിച്ച് ഭൂരിപക്ഷം ആളുകളും ആ അബദ്ധമായ വിശ്വാസത്തിൽ, അന്ധമായ ധാരണകളിൽ കാലങ്ങളായി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്താണ്, അത് മുന്നോട്ട് വെക്കുന്ന കലർപ്പില്ലാത്ത വിശ്വാസം എന്തൊക്കെയാണ്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പേരിൽ ഇന്ന് നാട്ടിൽ നടക്കുന്ന ആചാരങ്ങളും വിശ്വാസങ്ങളും സുന്നത്ത് ജമാഅത്തുമായി ബന്ധമുണ്ടോ ഇല്ലേ, അത്തരത്തിലുള്ള അനാചാരങ്ങൾ, അന്ധവിശ്വാസങ്ങൾ ജീവിതത്തിൽ കൊണ്ടു നടന്നാൽ നാളെ പാരത്രിക ലോകത്ത് പടച്ചുതമ്പുരാന്റെ കോടതിയിൽ ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഭയാനകരമായ ശിക്ഷകൾ എന്തൊക്കെയാണ് എന്നിത്യാദി കാര്യങ്ങളാണ് പരിമിതമായ സമയത്തിൽ ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹി തആല അല്ലാഹു തആല ഉദ്ദേശിച്ചാൽ വിശദീകരിക്കുവാൻ പോകുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ആമുഖ ഭാഷണത്തിലും അതുപോലെ തന്നെയുള്ള സംസാരങ്ങളിലുമെല്ലാം വളരെ കൃത്യമായി നാം കേട്ടുകഴിഞ്ഞു. അള്ളാഹുവിൻ്റെ സന്നിധിയിൽ സ്വീകരിക്കപ്പെടുന്ന മതം പരിശുദ്ധ ഇസ്ലാം മാത്രമാണ്. അത് അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാഹു തആല പൂർത്തീകരിച്ചിട്ടുണ്ട്. 5-ാം അധ്യായം സൂറത്തു അൽ മാഇദ 3-ാമത്തെ ആയത്തിലൂടെ
അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി കൊണ്ട് തന്നെ അത് പഠിപ്പിച്ചു തന്നു. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്നേ ദിവസം ഇതാ നിങ്ങൾക്ക് നിങ്ങളുടെ മതം ഇസ്ലാം അത് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ സഹോദരങ്ങളെ, ലോകാവസാനം വരെ ജീവിക്കുന്ന സകല മനുഷ്യർക്കും വേണ്ടി അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആ മതം പൂർത്തീകരിച്ചു. അത് സീല് വെക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി നമ്മുടെ വകയായി അതിലേക്കൊന്നും കടത്തിക്കൊണ്ടുവരേണ്ടതില്ല. ഇത് അധികപ്പറ്റാണ്, കാലോചിതമല്ല. ഇത് സമൂഹത്തിന് മുമ്പിൽ ഇപ്പോൾ തുറന്നു പറയാൻ പറ്റാത്ത നിലപാടാണ്, വിശ്വാസമാണ്. അത് ഖുർആനിനെതിരാണ്, ബുദ്ധിക്കെതിരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് വെട്ടിമാറ്റേണ്ടതുമില്ല. കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിങ്കിൽ നിന്നുള്ള കൃത്യമായ വഹീന്റെ അടിസ്ഥാനത്തിലാണ് സഹോദരങ്ങളെ നമുക്ക് ഓരോ കാര്യങ്ങളും വിശദീകരിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുർആൻ അതിന്റെ ആധികാരികത വ്യക്തമാക്കിയത്. സൂറത്തുൻ നജ്മിന്റെ ആമുഖത്തിൽ തന്നെ കാണാം നമുക്ക്, വന്നജ്മി ഇദാ ഹവാ മാ ളല്ല സാഹിബുക്കും വമാ ഗവാ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിഷ്ടപ്രകാരം, സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും നിങ്ങളോട് പറയുന്നില്ല. അവിടെ നിന്ന് മൊഴിയുന്ന ഓരോ മൊഴികളും, അവിടെ നിന്ന് വിശദീകരിക്കുന്ന ഓരോ വിശദീകരണങ്ങളും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ സന്നിധിയിൽ നിന്ന് വഹിയായി ഉത്ബോധനമായി നൽകുന്നത് മാത്രമാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ എന്ന ആ കലാമിലൂടെ ഫുർഖാനുൽ അദീമാകുന്ന ആ ധർമ്മ അധർമ്മങ്ങളെ വേർതിരിക്കപ്പെട്ട, സത്യ അസത്യങ്ങളെ വേർതിരിക്കപ്പെട്ട, അത് കൃത്യമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ റസൂലിലൂടെ അവതരിപ്പിച്ചു തന്നിട്ട് അവിടെ നിന്നതാ അല്ലാഹു തആല ഖുർആനിലൂടെ പറയുന്നു, വമാ ആതാകുമുർ റസൂല ഫഖുദൂ വമാ നഹാകും അൻഹു ഫൻതഹൂ. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് നബി നിങ്ങൾക്ക് എന്തൊന്ന് മതമായി ദീനായി എത്തിച്ചു തന്നുവോ അതിനെ നിങ്ങൾ സ്വീകരിച്ചോളൂ. അവിടെ നിന്ന് എന്തൊന്ന് വർജിക്കാൻ ആവശ്യപ്പെട്ടോ ഉപേക്ഷിച്ചുവോ അത് നിങ്ങൾ ഉപേക്ഷിച്ചോളൂ. അത് അല്ലാഹുവിന്റെ ഖുർആൻ നമ്മോട് പറഞ്ഞതാണ്. സഹോദരങ്ങളെ, ആ അല്ലാഹു തആല ആ റസൂലിനെ അയച്ച ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയച്ചിട്ടുള്ള ലോകരക്ഷിതാവല്ലേ. ആ റബ്ബ് സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിയിലൂടെ വിശുദ്ധ ഖുർആൻ എന്നവന്റെ കലാം അവതരിപ്പിച്ചില്ലേ. ആ കലാമിലൂടെയാണ് പറയുന്നത്, നാം പറയുകയല്ല. നമ്മൾ എന്തെങ്കിലും ഇവിടെ അറബി അക്ഷരം ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നതല്ല. ഇത് അല്ലാഹുവിന്റെ ഖുർആനാണ്. അതുകൊണ്ട് തന്നെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അടങ്ങുന്ന ആ റസൂലിന് മുമ്പ് കഴിഞ്ഞു പോയ അതാത് സമൂഹത്തിലേക്ക് അല്ലാഹു അവരിൽ തെരഞ്ഞെടുക്കപ്പെട്ട 1.25 ലക്ഷത്തോളം അംബിയാ മുർസലുകൾ, അവർ അല്ലാഹു തആല ആദരിക്കപ്പെട്ട വ്യക്തിത്വങ്ങളാണ്. അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് ആ അമ്പിയാക്കന്മാരുടെ പാത അത് സ്വീകരിച്ചുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് നൽകിയിട്ടുള്ള വിശ്വാസം, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ കലർപ്പില്ലാത്ത വിശ്വാസം, അത് നമ്മൾ കൃത്യമായി കൊണ്ട് തന്നെ പഠിക്കേണ്ടതുണ്ട്. അത് എവിടെ നിന്നാണ് നമ്മൾ പഠിക്കേണ്ടത്? അത് നമുക്ക് എവിടെ നിന്നാണ് ലഭിക്കുക? അത് സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിലൂടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളാകുന്ന സുന്നത്തുകൾ എന്ന് പറയുന്ന അവിടുത്തെ കൃത്യമായ ചര്യകൾ രേഖപ്പെടുത്തിയ സ്വഹീഹായ ഹദീസുകളിലൂടെ, സ്വഹീഹായ പരമ്പരകളിലൂടെ ലഭിക്കപ്പെട്ട ഹദീസ്. എന്തുകൊണ്ടാണ് ഞാൻ സ്വഹീഹായ ഹദീസ് എന്ന് പറയുന്നത്? ഇവിടെ പരമ്പര വ്യക്തമാകാത്ത, റസൂലിലേക്ക് സനദ് എത്താത്ത അനവധി വ്യാജ ഹദീസുകളുണ്ട്, അതുപോലെ കെട്ടുകഥകളുണ്ട്. അതിപ്പോ നമ്മുടെ തിരികേശ വിവാദവുമായി ബന്ധപ്പെട്ട് അല്ലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കേരളത്തിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ കൊണ്ടുവന്ന ഒരു വ്യാജമുടി, ആ മുടി സനദുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ അത് ഇട്ട വെള്ളവും അതുപോലെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംരംഭങ്ങൾക്കും വേണ്ടി കോടിക്കണക്കിന് രൂപ പാമരായ മുസ്ലിം സമൂഹത്തിൽ നിന്ന് പിരിച്ചെടുത്ത്
അവരെ ചൂഷണം ചെയ്തപ്പോൾ ശക്തമായി കൊണ്ട് ഈ അനാചാരത്തിനെതിരെ, ഈ ആത്മീയ ചൂഷണത്തിനെതിരെ, ഈ അന്ധവിശ്വാസത്തിനെതിരെ കൃത്യമായി മുജാഹിദുകൾ രംഗത്ത് വന്നപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ ഈ കേരളത്തിൽ അവരുടെ കൂടെ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മറ്റു സമസ്തയിലെ ആളുകൾ പോലും രംഗത്ത് വന്നു. അവസാനം ആ മുടിക്ക് സനദില്ല എന്നും സനത് കൊണ്ടാണ് മതം അഥവാ ദീൻ അത് കൃത്യമായി രേഖപ്പെടുത്തുക എന്നുമുള്ള ഒരു വ്യക്തമായ ധാരണ മുസ്ലിം സമൂഹത്തിൽ ലഭിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എന്ത് സനദില്ലാത്ത റസൂലിലേക്ക് പരമ്പര മുറിയാതെ എത്താത്ത പ്രവാചകന്റെ പേരിൽ കെട്ടിച്ചമക്കപ്പെട്ട അനവധി കള്ളഹദീസുകളും വ്യാജ വാർത്തകളും ഇവിടെ ഉള്ളത് കൊണ്ട് വിശുദ്ധ ഖുർആനും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ അത് രേഖപ്പെടുത്തിയ സ്വഹീഹായ ഹദീസുമാണ് ഇസ്ലാമിന്റെ ആധാരം. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ചൂണ്ടുപലക, അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഭരണഘടന. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, തറക്തു ഫീകും അംറൈനി, രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വിട്ടേച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത്. ലൻ തദില്ലു മാ തമസ്സകും ബിഹിമാ, അത് നിങ്ങൾ മുറുകെ പിടിക്കുന്നിടത്തോളം കാലം പിന്നെ നിങ്ങൾ വഴിതെറ്റുകയില്ല, പിന്നെ നിങ്ങൾ ഒരിക്കലും തന്നെ ആശയക്കുഴപ്പത്തിലാവുകയില്ല. ഏതാണത്? കിതാബല്ലാഹി വസുന്നത്തി റസൂലിഹി, അല്ലാഹുവിന്റെ കലാമാകുന്ന ഖുർആനും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയുമാണത്. അപ്പൊ അല്ലാഹുവിന്റെ ഖുർആനും റസൂലിന്റെ സുന്നത്തുമാണ് നമ്മൾ പിൻപറ്റേണ്ടത്. സഹോദരങ്ങളെ, അത് നാം പിൻപറ്റുമ്പോൾ ഇവിടെ സ്വാഭാവികമായും ഒരു ചോദ്യമുണ്ട്. എന്ത്? എല്ലാവരും ഖുർആൻ തന്നെയല്ലേ ഓതുന്നത്? എല്ലാവരും സുന്നത്ത് തന്നെയല്ലേ, ഹദീസ് തന്നെയല്ലേ പറയുന്നത് എന്ന് പറയുമ്പോ ഇവിടെ സ്വാഭാവികമായും എല്ലാവരും ഒന്ന് തന്നെ പറയുമ്പോ പിന്നെ അത് ശരിയല്ല, ഇത് മാത്രമാണ് ശരി, ആ നിലപാട് തെറ്റാണ്, ഈ നിലപാടാണ് ശരി എന്ന് പറയാൻ ആർക്കെങ്കിലും അർഹതയുണ്ടോ എന്ന് ചോദിക്കും ചിലര്. സഹോദരങ്ങളെ, ഉണ്ട്. വിശുദ്ധ ഖുർആനും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത മാർഗവും നാം സ്വീകരിക്കുമ്പോൾ തന്നിട്ട പ്രകാരം സ്വീകരിച്ചാൽ പോരാ. ഞാനൊരായത്തോതിയിട്ട്, അല്ലെങ്കിൽ എൻ്റെ പ്രസ്ഥാനം ഒരായത്തോതിയിട്ട്, അല്ലെങ്കിൽ ഒരു ഉസ്താദ് ഒരായത്തോതിയിട്ട്, അതേപോലെ ഒരു ഹദീസ് ഉദ്ധരിച്ചിട്ട് ഇങ്ങനെയാണ് ഇതിന്റെ അർത്ഥം, ഇങ്ങനെയാണ് ഇതിന്റെ വ്യാഖ്യാനമെന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്വന്തം ഇച്ഛ പ്രകാരം പറഞ്ഞാൽ ആ ഖുർആനും ഹദീസും കൊണ്ട് പരലോകത്ത് യാതൊരു കാര്യവുമില്ല. മറിച്ച് അവിടെ രക്ഷപ്പെടണോ, അവിടെ കൃത്യമായി വിജയിക്കണമോ, അവിടെ സ്വർഗത്തിലേക്ക് കടക്കണമോ, നരകത്തിന് രക്ഷപ്പെടണമോ, അതിന് നാം കൃത്യമായ ഒരു മാർഗം സ്വീകരിക്കേണ്ടതുണ്ട്. അത് ഏതാണ്? അതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ 1400 ചില്ലാന കൊല്ലങ്ങൾക്ക് മുമ്പ് നമുക്ക് മുമ്പിൽ വ്യക്തമായി പറഞ്ഞു പഠിപ്പിച്ചു കടന്നു പോയത്. ഫഇന്നഹും യഅ്മിൻകും ബഅദി ഫസയഖ്തിലാഫൻ കസീറാ വഅലൈക്കും ബിസുന്നതി സുന്നത്തിൽ ഖുലഫാഉർ റാഷിദീനിൽ മഹ്ദിയീൻ അല്ലാഹു അലൈഹാ ബിന്നവാജിദ്. നോക്കൂ, നിങ്ങൾ അവിടുന്ന് പറയുകയാണ്, എന്താണ്? എൻ്റെ കാലശേഷം സ്വഹാബത്തിനോട് പറയുകയാണ്, എൻ്റെ കാലശേഷം നിങ്ങൾ ഇവിടെ ജീവിച്ചിരിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് കാണാം സ്വഹാബത്തെ, ഈ മതത്തിൽ, ഈ ദീനിന്റെ പേരിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ, ഭിന്നാഭിപ്രായങ്ങൾ, വ്യത്യസ്ത കക്ഷികളും വ്യത്യസ്തമായ ആശയങ്ങളും തലപൊക്കുന്നത് കാണാം. അല്ലെ? ഇന്ന് നാം അത് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. 1,400 പ്രസ്ഥാനങ്ങൾ മതമേഖലയിലുണ്ട്. അള്ളാഹിന്റെ റസൂൽ 1400 ചില്ലാനം കൊല്ലങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിൽ നിന്നുള്ള വഹീന്റെ അടിസ്ഥാനത്തിൽ പ്രവചിച്ചു പോയി. സഹോദരങ്ങളെ, എന്താണ് പറഞ്ഞിട്ടുള്ളത്? സഹോദരിമാരെ, അവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? ആ രൂപത്തിൽ അനവധി പ്രസ്ഥാനങ്ങൾ ഉണ്ടാകുമ്പോ, അനവധി ചിന്താധാരകൾ ഉണ്ടാകുമ്പോ നിങ്ങളുടെ കുടുംബം ഏത് പക്ഷത്താണ്, ഭൂരിപക്ഷം ഏത് ഭാഗത്താണ്, ഞാൻ ആദരിക്കുന്ന പണ്ഡിതൻ ഏത് ഭാഗത്താണ് എന്ന് നോക്കിക്കൊണ്ട് ഓരോ കക്ഷിയിൽ നിങ്ങൾ ചേർന്നോളൂ എന്നല്ല. അങ്ങനെയാണ് റസൂലുള്ള പറഞ്ഞതെങ്കിൽ നമുക്ക് അങ്ങനെ നിൽക്കാമായിരുന്നു. പക്ഷേ അല്ലാഹുവിന്റെ ഹബീബ് അതല്ല പറഞ്ഞത്. വഅലൈക്കും ബിസുന്നതി, നിങ്ങൾ എൻ്റെ സുന്നത്തിലേക്ക് മടങ്ങണം കേട്ടോ. ആ സങ്കീർണമായ കാലഘട്ടത്തിൽ നിങ്ങൾ എൻ്റെ ചര്യയിലേക്ക് മടങ്ങണോ. ഏതാണ് ആ ചര്യ? ഖുർആനും ഹദീസുമാകുന്ന ആ ആധാരത്തിലേക്കാണ് മടങ്ങേണ്ടത്. പക്ഷേ അത് സ്വന്തം ഇച്ഛപ്രകാരം വ്യാഖ്യാനിക്കുന്ന, വിശദീകരിക്കുന്ന രൂപത്തിലുള്ള സംവിധാനത്തിലേക്കല്ല മടങ്ങേണ്ടത്. നിങ്ങളതിനെ മുടുകെ പിടിക്കുമ്പോ, നിങ്ങളതിലേക്ക് മടങ്ങുമ്പോ നിങ്ങൾ മാർഗമായി സ്വീകരിക്കേണ്ട ഒരു ഉരസകല്ലുണ്ട്.
ഏതാണത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സുന്നത്തുൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയ്യൻ, എൻ്റെ മാർഗം അവലംബിച്ച അല്ലാഹു തആല തൃപ്തിപ്പെട്ട, റബ്ബിനെ പൂർണ്ണമായും തൃപ്തിയടഞ്ഞ് അല്ലാഹുവിൻ്റെ സന്നിധിയിൽ ഉന്നതമായ പദവി അലങ്കരിക്കുവാൻ തൗഫീഖ് ലഭിച്ച റസൂലുള്ളാഹിന്റെ അനുചരന്മാരായ അഹ്ലു സുന്നത്തിന്റെ അമരക്കാരായ സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും അജ്മഈൻ, അവർ ഉൾക്കൊണ്ട മാർഗത്തിലൂടെ നിങ്ങൾ ഖുർആനിനെ സുന്നത്തിനെ മുറുകെ പിടിക്കണം. അല്ലാഹു അലൈഹാ ബിന്നവാജിദ്, അണപ്പല്ല് ചേർത്ത് നിങ്ങൾ അതിനെ പിടിച്ചോളൂ എന്നാണ്. ഇവിടെ ഈ ഒരു മാർഗത്തിലേക്ക് മടങ്ങാനാണ് മുജാഹിദുകൾ ആവശ്യപ്പെടുന്നത്. അല്ലാതെ സഹോദരങ്ങളെ, അബ്ദുൽ വഹാബ് ഇബ്നു തൈമിയ പോലെയുള്ള നേതാക്കന്മാരാണ് ഞങ്ങളുടെ ഹോജാക്കന്മാര്. അതുകൊണ്ട് തന്നെ അവർ എഴുതി വെച്ച കിതാബുകളിൽ പറയുന്നത് തെറ്റും ശരിയൊന്നും നോക്കാതെ തൊണ്ട തൊടാതെ വിഴുങ്ങിക്കോളൂ എന്ന്. അതോ മുജാഹിദുകൾ പറഞ്ഞിട്ടില്ല. അതുപോലെ 921 മടങ്ങൂ എന്നല്ല, KM മൗലവി എഴുതി വെച്ച പുസ്തകം നിങ്ങൾ വായിച്ചു മതത്തെ ഉൾക്കൊള്ളൂ എന്നല്ല, മറിച്ച് 1400 ചില്ലാനം കൊല്ലങ്ങൾക്ക് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യപ്രവാചകനായി തെരഞ്ഞെടുത്ത മുഹമ്മദ് മുസ്തഫ സയ്യിദുനാ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണോ നമുക്ക് ദീനായി എത്തിച്ചു തന്നത് അത് നമ്മൾ സ്വീകരിക്കണം. കാരണം എന്താ? 33-ാം അധ്യായം സൂറത്ത് അഹ്സാബ് വ്യക്തമായി കൊണ്ട് തന്നെ 21-ാമത്തെ ആയത്തിലൂടെ പഠിപ്പിക്കുന്നു, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമിൽ ആഖിർ വദക്കറല്ലാഹ കസീറാ. നോക്കൂ നിങ്ങൾ, അല്ലാഹു തആല പറയുകയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. ആർക്കാ മാതൃകയുള്ളത്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന സാക്ഷ്യവചനം ഹൃദയത്തിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് വെളിപ്പെടുത്തി പരലോകത്ത് വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, റബ്ബിന്റെ കോടതിയിൽ അല്ലാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ഭയപ്പെടുന്ന ഏത് ആളുകൾക്കും മുഹമ്മദ് നബിയിൽ മാതൃകയുണ്ട്. ഈ മാതൃകയിലേക്കാണ് മുജാഹിദുകൾ ഇവിടെ ക്ഷണിക്കുമ്പോൾ, എന്നാൽ ഇവിടെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ മൊത്തം കുത്തക അവകാശപ്പെട്ടുകൊണ്ട് നമ്മുടെ നാട്ടിലെ മുസ്ലിയാക്കന്മാര്, ഞാൻ ആക്ഷേപിക്കുകയില്ല, ഞാൻ വിമർശിക്കുകയില്ല, ഉള്ളതുപോലെ സഹോദരങ്ങള് വളച്ചുകെട്ടില്ലാതെ പറയുകയാണ്. ഈ നാട്ടിലെ എന്നല്ല കേരളത്തിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പേരിൽ നിന്ന് അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ രൂപത്തിൽ ഞങ്ങളാണ് കലർപ്പില്ലാത്ത സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുസ്ലിയാക്കന്മാര് സമൂഹത്തെ ക്ഷണിക്കുന്നത് എവിടേക്കാ? ഞങ്ങൾ ഈ പറഞ്ഞ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആധാരത്തിലേക്കല്ല, മറിച്ച് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനകത്തേക്ക് സഹോദരങ്ങളെ അനാചാരങ്ങൾ, അന്ധവിശ്വാസങ്ങൾ വളരെ ബോധപൂർവം കടത്തിക്കൊണ്ടുവന്ന ഷിയാക്കൾ പ്രചരിപ്പിക്കപ്പെടുന്ന വിശ്വാസത്തിലേക്കാണ്. ഞാൻ വെറുതെ പറയുകയല്ല, ഇവിടെ ഈ സമൂഹത്തിന് മുമ്പിൽ അവർ പറഞ്ഞതും പാടിക്കൊടുത്തതും അതാണ്. നബിക്കുള്ള മൗലീദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ, കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ, ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ ഖുർആൻ, ആ ഖുർആൻ എന്താണ് പറഞ്ഞിട്ടുള്ളത്? അലിഫ് ലാം മീം ദാലികൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. സൂക്ഷ്മത പാലിക്കുന്നവർക്ക് നേർമാർഗം കാണിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്നതിൽ സംശയമില്ലെന്ന് അല്ലാഹു തആല പറയുമ്പോ, അതുപോലെ തന്നെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോ ആ ഖുർആനും ഹദീസുമാകുന്ന ഇസ്ലാമിന്റെ ആധാരം അത് യഥാർത്ഥത്തിൽ ഇന്ന് നമുക്ക് മനസ്സിലാകൂല. അതൊക്കെ വലിയ ബഹറാണ് കൂട്ടരെ. അതുകൊണ്ട് ഖുർആനാകുന്ന ബഹറിലേക്ക് നിങ്ങൾ ചെറിയ തോണിയുമായി ഇറങ്ങിയാൽ അതിൻ്റെ അലമാലകളിൽപ്പെട്ട് തിരമാലകളിൽപ്പെട്ട് നിങ്ങൾ മുങ്ങിത്താന്നു പോകും. അതുകൊണ്ട് ഞങ്ങൾ ഉരുട്ടിത്തരുന്നത് നിങ്ങൾ വിഴുങ്ങിക്കോളൂ. കത്തനാര് പറഞ്ഞാൽ ക്രിസ്ത്യാനിക്ക് മതം എന്ന പോലെ ഒരു മുസ്ലിയാര് പറഞ്ഞാൽ മുസൽമാന് മതമാണോ സഹോദരങ്ങളെ? അല്ലല്ലോ, ഒരിക്കലും മതമല്ല. കാരണം മതമെന്ന് പറയുന്നത് അള്ളാഹു പറഞ്ഞതും റസൂൽ പറഞ്ഞതുമാണ്. അതിനവലംബിച്ച സ്വഹാബത്തിന്റെ മാർഗമാണ്. ആ മാർഗമാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ മാർഗം. എന്നാൽ അതിന്റെ മറവിൽ ഇന്ന് അഹ്ലുൽ ബിദ്അത്തി വൽ ഖുറാഫാത്തി വൽ ളലാലത്ത് എന്ന പഴച്ച മാർഗങ്ങൾ പ്രചരിപ്പിക്കുന്നവര് സമൂഹത്തിന് മുമ്പിൽ പറയുന്നത് എന്താണ്? റസൂലിന്റെ പേരില്, മഹാന്മാരുടെ പേരില് പിൽക്കാലത്ത് ഉണ്ടാക്കപ്പെട്ട മൗലിദ് എന്ന് പറയുന്ന ആ മദ്ഹ് ഗീതങ്ങൾ നിങ്ങൾ ആലാപനം ചെയ്തോളൂ, അത് നിങ്ങൾ ചൊല്ലിപ്പിച്ചോളൂ, നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ സമാധാനം ലഭിക്കും. നിങ്ങളുടെ
എല്ലാ തരത്തിലുള്ള പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും അതൊക്കെ നിങ്ങൾക്ക് ദൂരീകരിക്കാൻ കഴിയും. മാത്രമല്ല പരലോകത്ത് നിങ്ങൾക്ക് രക്ഷപ്പെടാനും കഴിയുമെന്നാണ്. നോക്കൂ നിങ്ങൾ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രിയപ്പെട്ട മുഅ്മിനുകളെ നമ്മൾ ഉൾക്കൊള്ളേണ്ടത്, ഈ രൂപത്തിൽ ഇവർ പറയുന്നതിന് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആധാരത്തിൽ അതിനെ കൃത്യമായി കൊണ്ട് ഉൾക്കൊണ്ട മഹാന്മാരായ പണ്ഡിതന്മാരില് വല്ല രേഖയുമുണ്ടോ, വല്ല തെളിവുമുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്കത് ഉൾക്കൊള്ളാമായിരുന്നു. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ മൗലിദ് എന്ന് പറയുന്ന സമ്പ്രദായം തന്നെ ഈ ഇസ്ലാമിന്റെ പേരില് ഇന്ന് യഥാർത്ഥത്തിൽ കടന്നു വന്ന് ഇനി വരാൻ പോകുന്ന റബീഉൽ അവ്വൽ മാസമതാ സഹോദരങ്ങളെ, 2 പെരുന്നാളിനേക്കാൾ പൊലിമയോടുകൂടി വീടുകളും പള്ളികളും വാഹനങ്ങളും ലൈറ്റ് തോരണങ്ങളിലൂടെ അലങ്കരിക്കപ്പെട്ട് ഒരു പ്രത്യേകമായ സന്തോഷത്തിന്റെ സുദിനമായി ഇന്ന് നമ്മുടെ നാട്ടില് ഇനി വരാൻ പോകുന്ന റബീഉൽ അവ്വൽ ആഘോഷിക്കാൻ പോവുകയാണ്. അതിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ആ പ്രവാചക സ്നേഹം റസൂലുള്ളാഹി പഠിപ്പിച്ചതല്ല, അത് സ്വഹാബത്ത് ഉൾക്കൊണ്ട രീതിയല്ല. മഹാന്മാരായ അഹ്ലുസുന്നത്തിന്റെ നായകന്മാർക്ക് പരിചയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്ന മുജാഹിദുകൾക്ക് നബിയോട് സ്നേഹമില്ല. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാധാരണ മനുഷ്യനാണെന്ന് പറയുന്നവരാണ് എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ തെറ്റിദ്ധരിച്ചുകൊണ്ട് ആ വിഷയത്തിൽ അല്ലെങ്കിൽ അതുപോലെയുള്ള മതപരമായ മേഖലയിൽ തെറ്റായ അറിവിലൂടെ ലഭിച്ചിട്ടുള്ള കാര്യങ്ങൾ സ്വീകരിക്കുന്നവര് നമ്മളൊക്കെ പുത്തൻവാദികളാണ്, പഴച്ചുപോയവരാണ് എന്ന് വിശ്വസിക്കുന്നുണ്ടല്ലോ. എങ്കിൽ നിഷ്പക്ഷമായി ഒന്ന് ഹൃദയം തുറക്കൂ മുസൽമാനെ, എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ. ഈ മൗലിദ് എന്ന് പറയുന്ന സമ്പ്രദായം അള്ളാഹിന്റെ റസൂലിന്റെയും സ്വഹാബത്തിന്റെയും താബിഈങ്ങളുടെയും തബഅത്താബിഈങ്ങളുടെയും കാലഘട്ടത്തിൽ കടന്നു വന്നതല്ല, മറിച്ച് അത് ഉത്തമരെന്ന് റസൂലിന്റെ നാവിലൂടെ സർട്ടിഫിക്കറ്റ് ചെയ്ത 3 നൂറ്റാണ്ടുകൾക്ക് ശേഷം ദീനിലേക്ക് വന്നതാണ്. മതത്തിന്റെ ഭാഗമായി ചേർന്നു പോയതാണ്. അത് ആരാ കൊണ്ടുവന്നത്? അത് ഷിയാക്കളാണ്. ആരാ പ്രിയപ്പെട്ടവരെ? ഷിയാക്കള് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വൃത്തത്തിൽ നിന്ന് പുറത്തു പോയവരാണ്. പഴച്ച വിശ്വാസങ്ങൾ, അതുപോലെ തന്നെ അനവധി പഴച്ച ആചാരങ്ങൾ, ഖുർആനിനേക്കാൾ മേന്മയോടുകൂടി കാണുന്ന അനവധി മറ്റുള്ള വാറോലകൾ, ഇതൊക്കെ ദീനായി മതമായി കൊണ്ട് വൈകൃത ആചാരങ്ങളും വിശ്വാസങ്ങളും പേറിയ ഷിയാക്കളിലൂടെ അരിച്ചിറങ്ങിയത് നമുക്ക് വേണോ? അള്ളാഹുവിന്റെ ദീന് പറഞ്ഞതല്ലേ നമുക്ക് വേണ്ടത്? റസൂലുള്ളാഹി പഠിപ്പിച്ചതല്ലേ നമുക്ക് വേണ്ടത്? മഹാന്മാരായ സ്വഹാബത്ത് അവലംബിച്ച മാർഗമല്ലേ നമുക്ക് വേണ്ടത്? അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, പള്ളി ദർസിലൊക്കെ ഓതിക്കൊണ്ടിരിക്കുന്ന സയ്യിദ് ബക്കരിയുടെ ഇആനത്തു ത്വാലിബീൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തില് വ്യക്തമായി കൊണ്ട് തന്നെ ഏതാ പറയുന്നു, പ്രിയപ്പെട്ടവരെ, ഖാല സഖാവി പറയുന്നു, ഇന്ന അമലൽ മൗലിദി ഹദസ ബഅദിൽ ഖുറൂനി സലാസ് വ അവ്വൽ മൻ ഹദസഹു മിനൽ മുലൂക്കിൽ മലിക്കുൽ മുദഫർ അബൂ സാഹിബ് ഹിർബൽ. എന്താ പറയുന്നത്? ഈ മൗലിദ് സമ്പ്രദായം 3 നൂറ്റാണ്ടിന് ശേഷം ദീനിലേക്ക് വന്നതാണ്. ഏതാണ് 3 നൂറ്റാണ്ട്? ഖൈറു ഉമ്മത്തി ഖർനി, എൻ്റെ സമൂഹത്തിൽ ഏറ്റവും നല്ല നൂറ്റാണ്ട് എന്നോടൊപ്പം ജീവിച്ച സ്വഹാബത്ത്. സുമ്മല്ലദീനലൂനഹും, പിന്നീട് അതിനടുത്ത നൂറ്റാണ്ട് അഥവാ താബികള്. സുമ്മല്ലദീനലൂനഹും, പിന്നീട് അതിനടുത്ത നൂറ്റാണ്ട് താബികള്. ഉത്തമരായ ഈ 3 നൂറ്റാണ്ടിന് ശേഷം ദീനിലേക്ക് വന്നതാണ്. അത് ആരാ കൊണ്ടുവന്നത്? അത് ഈജിപ്ത് ഭരിച്ചിരുന്ന മുദഫർ എന്ന് പറയുന്ന ഷിയാ ചക്രവർത്തിയുടെ കാലത്താണ് അതിന്റെ തുടക്കം. അപ്പൊ ഈ ഈജിപ്ത് ഭരിച്ചിരുന്ന ആ ചക്രവർത്തിയുടെ രാജാവിന്റെ കാലത്ത് ചില സൂഫി വര്യന്മാരും അതുപോലെ തന്നെ സഹോദരങ്ങളെ ചില ആരിഫീങ്ങൾ എന്നറിയപ്പെടുന്ന ആ കാലഘട്ടത്തിലെ ത്വരീഖത്തിന്റെ അബദ്ധവിശ്വാസങ്ങൾ പേറി നടന്നിരുന്ന ആളുകൾ, അവര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരില്, മഹാന്മാരായ പലതരത്തിലുള്ള സ്വഹാബികളുടെ പേരില്, അതുപോലെ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ പേരിലൊക്കെ ഒരുപാട് ശിർക്കിന്റെ ഗദ്യപദ്യങ്ങൾ, കുഫറിന്റെ ഗദ്യപദ്യങ്ങൾ മദ്ഹായിക്കൊണ്ട് സഹോദരങ്ങളെ കെട്ടിയുണ്ടാക്കുകയും അത് റബീഉൽ അവ്വൽ മാസം തെരഞ്ഞെടുത്തുകൊണ്ട് അന്ന് ആ രാജാവിന്റെ അധ്യക്ഷതയിൽ ഒരുപാട് ഭക്ഷണമൊക്കെ വിതരണം ചെയ്തുകൊണ്ട് സന്തോഷത്തിന്റെ ഭാഗമായി തുടങ്ങി വെച്ചതാണ്. അപ്പൊ ഇത് നമുക്ക് മാതൃകയാക്കേണ്ടതല്ല, ഇത് അഹ്ലു സുന്ന പഠിപ്പിച്ച വിശ്വാസമല്ല. അതുകൊണ്ടാണല്ലോ ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വായിലായ തഴവ മുഹമ്മദ് കുഞ്ഞു മുസ്ലിയാർ എഴുതപ്പെട്ട ഒരു ഗ്രന്ഥമാണ് അൽ മവാഹിബുൽ ജലിയ എന്ന ഒരു ബൈത്ത് കിതാബ്.
ആ ബൈത്ത് കിതാബിൽ എന്താ പറയുന്നത്? മൗലീദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ എന്നും സഹാബി പറഞ്ഞതായി കാണുന്നതാ. അത് ഹലബി 1-ാം ഭാഗമിൽ നോക്കേണ്ടതാ. മൗലിദ് കഴിക്കുക എന്ന് പറയുന്ന സമ്പ്രദായമുണ്ടല്ലോ, അത് റസൂലിലില്ല. റസൂലിൽ നിന്ന് ദീന് കേട്ട സ്വഹാബത്തിലില്ല, താബിഈങ്ങളിലും താബിഈങ്ങളിലുമില്ല. അപ്പൊ ഇന്ന് റബീഉൽ അവ്വൽ മാസത്തുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി ഇന്ന് സഹോദരങ്ങളെ കൊണ്ടാടുന്ന മൗലിദുണ്ടല്ലോ, അത് ഉത്തമരായ 3 തലമുറക്കറിയാത്തതാണെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പേരിൽ നടത്തപ്പെടുന്ന പ്രവാചക സ്നേഹത്തിന് മാതൃകയില്ല. ആ പ്രവാചക സ്നേഹം നമുക്ക് ആവശ്യമില്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതെന്താ? മൻ അഹബ്ബ ലി സുന്നത്തി ഫഖദ് അഹബ്ബനി വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്നാ. ആര് എന്റെ സുന്നത്തിനെ സ്നേഹിച്ചോ അവനാണ് യഥാർത്ഥത്തിൽ എന്നെ സ്നേഹിച്ചവൻ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ദീനായി എത്തിച്ചു തന്ന വിശ്വാസകരമായ ആചാരാനുഷ്ഠാനങ്ങൾ ഖുർആനിന്റെയും സ്വഹീഹായ ഹദീസിന്റെയും പിൻബലത്തിൽ സ്വഹാബത്ത് അംഗീകരിച്ച പോലെ, ആചരിച്ച പോലെ, വിശ്വസിച്ച പോലെ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ കാന മഈ ഫിൽ ജന്നാ, എന്നോടൊപ്പം അവർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. അപ്പൊ റസൂലിന്റെ കൂടെ സ്വർഗത്തിൽ പോകണമെങ്കിൽ നമ്മുടെ ജീവനേക്കാൾ മുത്തുനബിയെ നമ്മൾ സ്നേഹിക്കേണ്ടതുണ്ട്. അല്ലാത്തവർ മുസ്ലിങ്ങളല്ല. അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന വ്യക്തിത്വം സാധാരണ മനുഷ്യനാണ് എന്ന് മുജാഹിദുകൾ പറഞ്ഞിട്ടില്ല. മക്കത്തെ മുഹമ്മദും മുക്കത്തെ മുഹമ്മദും ഒന്നാണെന്ന മലപ്പുറം ജില്ലയിലുള്ള മുക്കം എന്ന് പറയുന്ന പ്രദേശത്തുള്ള മുഹമ്മദും അതുപോലെ മക്കത്തെ മുഹമ്മദും സാധാരണ പോലെയാണെന്ന് മുജാഹിദുകൾ എവിടെയും പറയില്ല. മുത്തുനബി എന്ന അഷ്റഫുൽ ഖൽഖ്, അക്രമൽ ഖുറമ, മൗലൽ ഇമാമി, മൗലൽ അംബിയായി, ഇമാമുൽ ഖിബ്ലത്തൈനി, ഹബീബ് റബ്ബുൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അസാധാരണത്വമുള്ള മനുഷ്യൻ തന്നെയാണ്. ആ റസൂലിന്റെ പേര് കേൾക്കുമ്പോ പതുക്കെ ചുണ്ട് ചലിപ്പിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാത്തവൻ പിശുക്കനാണ്. ആ മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാത്തവൻ ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിന്ന് പുറത്തു പോയവനാണ്. ഇതൊക്കെ അടിയുറച്ച് വിശ്വസിക്കുന്നവർ തന്നെയാണ് നമ്മള്. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഈ പ്രവാചക സ്നേഹത്തിന്റെ മറവിൽ കാട്ടിക്കൂട്ടുന്ന അബദ്ധവിശ്വാസങ്ങളെയാണ്, അബദ്ധമായ ധാരണകളെയാണ് മുജാഹിദുകൾ ഇവിടെ തിരുത്തി കൊടുക്കുന്നത്. തനതായ അഹ്ലുസുന്നത്തിന്റെ ആദർശത്തിലേക്കാണ് വിളിക്കുന്നത്. അവിടെ നമുക്ക് ഈ ജന്മദിനാഘോഷം കാണുന്നില്ല. അവിടെ പ്രവാചകന്റെ പേര് പറഞ്ഞ് പ്രത്യേക പുണ്യം നിശ്ചയിച്ച്, എണ്ണം നിശ്ചയിച്ച്, വണ്ണം നിശ്ചയിച്ചുകൊണ്ട് ഈ രൂപത്തിൽ സഹോദരങ്ങളെ കൊണ്ട് നടക്കുന്ന മൗലിദുണ്ടല്ലോ, അഥവാ നമ്മുടെ നാടുകളിൽ വീടുകളിൽ തലയിണക്ക് മുകളിൽ വെള്ളത്തുണി വിരിച്ച് സബീന കിതാബാകുന്ന മൗലിദ് കിതാബുകൾ നിവർത്തി വെച്ച് ഉലുവാനവും കുന്തിരിക്കൊക്കെ പുകപ്പിച്ചുകൊണ്ട് ഒരു ആത്മീയ നിർവൃതിയോടുകൂടി ഇന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന മൗലിദുണ്ടല്ലോ, ഇത് അഹ്ലുസുന്നത്തിന്റെ അമരക്കാർ കൊണ്ടുവന്നതല്ല. മാലിക് ദീനാറും കൂട്ടരും ഇവിടെ സഹോദരങ്ങളെ കടന്നു വന്നപ്പോൾ അവരുടെ കക്ഷത്തിലുണ്ടായിരുന്ന കിതാബല്ലാതെ അവർ കൊണ്ടുവന്നത് ഖുർആനാണ്, അവർ കൊണ്ടുവന്നത് റസൂലിന്റെ സുന്നത്താണ്. ഇത് ഷിയാക്കളിലൂടെ കടന്നു വന്നതാണ്, ആ ഷിയാക്കളിലൂടെ കടന്നു വന്നതാണ് ഇത്. അതുകൊണ്ട് തന്നെ ഇതിലൂടെ പ്രചരിപ്പിക്കുന്നത്, ഇതിലൂടെ പഠിപ്പിക്കുന്നത്, ഇതിലൂടെ പാടിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ മാത്രം നൽകണമെന്ന് പറഞ്ഞ ഇബാദത്തിന്റെ പരിധിയിലുള്ള അനവധി കാര്യങ്ങൾ സഹോദരങ്ങളെ അല്ലാഹുവിന്റെ റസൂലിനും ഔലിയാക്കന്മാരായ സ്വഹാബികൾക്കും മഹാന്മാർക്കും ഇവർ വെച്ച് നൽകുന്നു. അള്ളാഹുവിനെ മാത്രമായി അള്ളാഹു നൽകണമെന്ന് പറഞ്ഞത് ഏതാ ഇവിടെ കൃത്യമായ ഉദ്ഘാടന ഭാഷണത്തിൽ സൂചിപ്പിക്കപ്പെട്ടു. എന്താണത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു തആലക്ക് മാത്രം നൽകേണ്ടത് ഇബാദത്താണ്. അതിനുവേണ്ടിയാണ് അല്ലാഹു തആല നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത്. വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ ഖാല അല്ലാഹു അസ്സ വജൽ